സാർ, ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയായ വിഷയം ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടാണ്. എല്ലാ കാലവും ജമാഅത്ത് ഇസ്ലാമി ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ. ഇത്തവണ ജമാഅത്ത് ഇസ്ലാമി നിലപാട് മാറ്റുന്നു, UDF-നൊപ്പം നിൽക്കുന്നു. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നു അവരുടെ രാജ്യവിരുദ്ധമായ നിലപാടുകളെല്ലാം മാറ്റി ഇപ്പോൾ നമുക്ക് കൂട്ടുകൂടാൻ പറ്റിയൊരു കക്ഷിയായിട്ട് ജമാഅത്ത് ഇസ്ലാമി മാറി. പക്ഷേ ACC ചോദിച്ചതിന് മറുപടിയൊന്നും പറയുന്നുമില്ല. അല്ല, ഈ സതീശൻ എപ്പോഴാണ് ഈ വിവരം കിട്ടിയത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു തീരുമാനം ജമാഅത്ത് ഇസ്ലാമി എടുത്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന 1941 ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടൊരു സംഘടനയാണ്. ആ സംഘടനയുടെ മാതൃരാജ്യം ഇന്ത്യയാണ്. ആ സംഘടന ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കക്ഷി ഇതാണ്, മൗദൂദിയാണ്. സയ്യിദ് അബുൽ അല്ല മൗദൂദി. ഇദ്ദേഹം എന്തിന് ഇതുണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകം മുഴുവൻ ശരീഅത്ത് ഭരണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ മനുഷ്യൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നേയില്ല. ദൈവത്തിൻ്റെ പരമാധികാരമാണ് പ്രധാനം. അതുകൊണ്ട് ഒരു സോവറിൻ സ്റ്റേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പരമാധികാര രാഷ്ട്രം. ആ പരമാധികാര രാഷ്ട്ര സങ്കല്പത്തിലും അവർക്ക് വിശ്വാസമില്ല. അവർക്ക് വിശ്വാസമുള്ളത് ദൈവത്തിൻ്റെ സാർവലൗകികവും സർവലോക വ്യാപ്തവുമായ പരമാധികാര ഭരണ സംവിധാനത്തിലാണ് അവർക്ക് വിശ്വാസം. സ്വാഭാവികമായിട്ടും അവർ ജനാധിപത്യ സംവിധാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾക്ക് അവർ പ്രാമുഖ്യം നൽകുന്നില്ല. അതിന് പകരം ദൈവം നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങൾ അനുസരിക്കണം എന്നാണ് പറയുന്നത്. ആ ദൈവനിർമ്മിതമായ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീഅത്ത് നിയമമാണ്. ആ ശരീഅത്ത് നിയമപ്രകാരം രാജ്യത്തെ മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണത്. ആ സംഘടനയിൽ അംഗമാകണം എന്ന് ആർക്കും അംഗമാകാം. പക്ഷേ കലിമ അറിഞ്ഞിരിക്കണം. കലിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ കലിമയായി. അത് ലോകാലോകങ്ങളുടെ സൃഷ്ടാവ് അല്ലാഹുവാണ്. അവനാണ് ലോകനാഥൻ. രണ്ടാമത്തെ കാര്യം, അന്ത്യപ്രവാചകനാണ് മുഹമ്മദ്. ആ മുഹമ്മദിന് ഗബ്രിയേൽ മാലാഖ വഴി ലഭിച്ചിരിക്കുന്ന വേദം, അതാണ് ലോകത്തിലെ അവസാനത്തെ വേദം. അത് ഖുറാനാണ്. അതിൽ വിശ്വസിക്കണം. പിന്നെ അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. അന്ത്യവിധി ദിനമുണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം, അതിൽ വിശ്വസിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ 5 നേരം നിസ്കരിക്കുകയും മറ്റേ സക്കാത്ത് നൽകുകയും ചെയ്ത് ജീവിക്കണം. അങ്ങനെ ലോകം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് യഥാർത്ഥത്തിൽ മുസൽമാനായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ മൗദൂദിയുടെ വിശ്വാസം അനുസരിച്ച് ലോകം മുഴുവൻ ഇസ്ലാമിലെ കീഴിൽ വന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിതവും ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ഭരണവും ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയും. അതുവരെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അപ്പം ജനാധിപത്യത്തെ അംഗീകരിക്കുന്നേയില്ല. പിന്നെ ഇവർ വേറൊന്ന് വിശ്വസിക്കുന്നു, ലോകത്തിലെ ഹലാലായ ഏക മതം ഇസ്ലാമാണ് എന്നും വിശ്വസിക്കുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകൻ മദീന ആക്രമിച്ച് കീഴടക്കിയതിന് ശേഷമാണ് ഹലാൽ മതത്തെക്കുറിച്ച് പറയുന്നത്. ബാക്കിയൊക്കെ ഹറാമായ മതങ്ങളാണ്. ഹറാമായ മതങ്ങളെ ഹലാലായ മതത്തെ കൊണ്ട് മാറ്റിയെടുക്കണം. റീപ്ലേസ്മെൻ്റ് ഉണ്ട്, ആദേശം ചെയ്ത് മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് സർ മൗദൂദി അവതരിച്ചതും പ്രവർത്തിച്ചതും. 47 കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് 3 മാറി. ഇന്ത്യയിലൊരു ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാനിലൊരു ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശിലൊരു ജമാഅത്തെ ഇസ്ലാമി. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ
ഈ ബീഗം മറ്റേ ബീഗം കാളിദാസിയ കാളിദാസിയ മറ്റേ BNPയുടെ അല്ല, ഇവർ നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ ഭരണം വന്ന സമയത്ത് ഇവരെ നിരോധിക്കുകയും ഇവരുടെ നേതാക്കളെ നാട് കടത്തുകയും ചെയ്തു. കാരണം അവർ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്നില്ല. മതമല്ല പ്രശ്നം. കാരണം മനുഷ്യന് എന്ത് കഴിവുണ്ട്, മനുഷ്യൻ്റെ നിയമം പറ്റില്ല. ജനാധിപത്യം പറയുന്നത് എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാരായ നമ്മൾ നിർമ്മിച്ച് നമുക്ക് സമർപ്പിച്ച് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണഘടന അത് ഇവരംഗീകരിക്കുന്നില്ല. ഇവരംഗീകരിക്കുന്നത് ദൈവത്തിൻ്റെ ഭരണഘടനയാണ്, ശരീഅത്ത് നിയമപ്രകാരമുള്ള ഭരണഘടനയാണ്. ആ ശരീഅത്ത് നിയമപ്രകാരമുള്ള ഭരണഘടന അനുസരിച്ചുള്ളൊരു സാമ്രാജ്യം നിലവിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ മറ്റേ ഹസീന പറഞ്ഞു അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബംഗ്ലാദേശിൽ വലിയ കുഴപ്പങ്ങളുണ്ടാക്കി, ഇവർ നിരോധിക്കപ്പെട്ടു. ഇനി ബംഗ്ലാദേശിൻ്റെ രൂപീകരണ കാലത്ത് ഇവരെന്താ ചെയ്തതെന്നറിയാമോ? ബംഗ്ലാദേശിൻ്റെ രൂപീകരണ കാലത്ത് ഇവർ പാകിസ്ഥാൻ്റെ ചാരന്മാരായി ബംഗ്ലാദേശിൽ പ്രവർത്തിച്ചുകൊണ്ട് സ്വതന്ത്ര ബംഗ്ലാദേശിന് വേണ്ടി വാദിച്ചിരുന്നവരെ ഒറ്റുകൊടുത്തിരുന്ന പാരമ്പര്യവും കൂടി ആർക്കുണ്ട്? ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ നിരോധിക്കപ്പെട്ടത്. BNP ഇടയ്ക്ക് അധികാരത്തിൽ വന്ന സമയത്ത് ഇവരുടെ നിരോധനം പിൻവലിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ BNPയും ആ നിരോധനം ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതാണ് ഇവരുടെ ഒരു പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ഇതൊരു മതാധിപത്യ പാർട്ടിയാണ്. അതിൽ മറ്റുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം കലിമ പ്രവർത്തിക്കാൻ വേണ്ടി, കലിമ ചൊല്ലി അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആർക്കും, അവരുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ്, ആർക്കും അതിൽ അംഗമാകാം. ചിലർ അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയിലൊക്കെ ചിലർ അംഗമായിട്ടുണ്ട്. അവരിത് സമ്മതിച്ചതിന് ശേഷമാണ് അങ്ങനെ അല്ലാത്തവരെടുക്കില്ല. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അനുവദനീയമാണോ എന്ന കാര്യത്തിൽ സതീശനും മാത്രമല്ല മുസ്ലിം ലീഗും മറുപടി പറയണം, കേരള കോൺഗ്രസും മറുപടി പറയണം. അവരോട് കേരള കോൺഗ്രസ് ഉണ്ടല്ലോ, RSP മറുപടി പറയണം. ഇവരിത് ജനാധിപത്യ സംവിധാനത്തിൽ പറ്റുന്നതാണോ? 4 വോട്ടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ആകാം. പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴകുള്ളവനെ എല്ലാം കയറി അച്ചാ എന്ന് വിളിക്കുന്നതിന് തുല്യമായിട്ട് വരും എന്ന കാര്യം മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കൊടിയ വർഗീയ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് ബന്ധമുണ്ടാക്കിയതിന് ശേഷം അവരങ്ങനെ അല്ല എന്നുകൂടി പറയുന്നത്, ഇത്തരത്തിലുള്ളൊരു കളവ് പറയുന്നത് ശരിയല്ല. ശുദ്ധ കളവാണ് സതീശൻ വിളിച്ചു പോകുന്നത്, ശുദ്ധമായ കളവ്. ഈ കാര്യത്തെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയണ്ടേ? പ്രിയങ്ക ഗാന്ധിക്ക് ഈ കാര്യത്തെക്കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന് അറിയണ്ടേ? ഇവർ AICC നിലപാട് വ്യക്തമാക്കണ്ടേ? AICC നിലപാട് വ്യക്തമാക്കണ്ടേ? KC വേണുഗോപാൽ ഉണ്ടല്ലോ, അദ്ദേഹമല്ലേ AICC? അദ്ദേഹം ഒരു 1/3 നേതാവല്ലേ? എന്താ 1/3 നേതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക അല്ല, രാഹുൽ ഗാന്ധി, മറ്റേ ഖാർഗെ, KC വേണുഗോപാൽ, 3 പേരല്ലേ? അപ്പോൾ 33% നേതാവായിട്ടുള്ള KC വേണുഗോപാൽ അത് വിശദമാക്കണം. മാത്രവുമല്ല, കേരളത്തിൽ കോൺഗ്രസിൻ്റെ പേരിൽ ജനാധിപത്യത്തെക്കുറിച്ച് വീമ്പളിച്ച് നടക്കുന്ന നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്, അറിയണം. കാരണം ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി. അത് അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ എന്നും എതിർത്തിരുന്ന ഒരാളാണ് ആര്യാടൻ. ഷൗക്കത്തല്ല, ആര്യാടൻ മുഹമ്മദ് എന്നും എതിർത്തിട്ടുള്ള ഒരാളാണ്. ആ ആര്യാടൻ മുഹമ്മദിൻ്റെ ആത്മാവിനെ കൂടി അവമാനിക്കുന്ന തീരുമാനമാണ് സതീശനും കൂട്ടരും എടുത്തിരിക്കുന്നത്. അതൊരു ശരിയായ രീതിയല്ല.
ഒരിക്കലും ശരിയായ ഒരു രീതിയേ അല്ല. റിസൾട്ട് വരുമ്പോൾ അറിയാം എന്തായിരിക്കും ഇതിൻ്റെ അല്ല, റിസൾട്ട് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ അവർ ജയിച്ചാലും തോറ്റാലും അതല്ല, എന്തായാലും റിസൾട്ട് എന്തു തന്നെ ആയാലും ഇത് തെറ്റാണ് എന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.